ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളിയൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഇടിച്ചക്ക വെച്ചിട്ടാണ്. ഇടിച്ചക്കയും അതുപോലെ മാങ്ങയും അടിപൊളി ടേസ്റ്റോടു കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഹെൽത്തി ആയൊരു ചമ്മന്തിയും കൂടിയാണ് കേട്ടോ ഇത്. ഇങ്ങനെ നമുക്ക് മാങ്ങയും ഇടിച്ചക്കയും അതുപോലെ തന്നെ ഒരു തേങ്ങയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വീട്ടിലുണ്ടായ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒക്കെ നമ്മളെ വീട്ടിലുണ്ടായത് തന്നെയാണ്. നമ്മളെ ഹെൽത്തി ആയ ചമ്മന്തി ആകുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷം കൂടി കിട്ടുകയല്ലേ. നമ്മൾ മരുന്നൊന്നും അടിക്കാതെ അങ്ങനെ അതെല്ലാം അറുത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ തേങ്ങയും ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് ആവശ്യമാണ്. അങ്ങനെ ഇടിച്ചൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പാലൊക്കെ നന്നായി കളഞ്ഞിട്ട് വേണം എടുക്കാൻ. നമ്മൾ ഇടിച്ചക്ക ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മാങ്ങയും പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായി കെമിക്കലൊന്നും ഇല്ലെങ്കിലും നമ്മളൊന്ന് വീട്ടിലത്തെ പൊടികടലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട്. കൂടുതൽ മൂപ്പൊന്നും ഇല്ലാത്ത ഇടിച്ചക്ക വേണം ഇതിനെടുക്കാൻ. അങ്ങനെ ഇടിച്ചക്കയും മാങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇടിച്ചക്കയാണ് കേട്ടോ മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. കുറച്ച് ഹാർഡായത് നമ്മൾ ഇടിച്ചക്കയാണ്. അപ്പോൾ അത് നമുക്ക് എത്ര വേണ്ടെങ്കിൽ അത് എടുത്തിട്ട് നന്നായി അത് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറിയൊരു വറവ് മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുളക് പൊടിയാണ് ഒരു സ്പൂൺ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളക് കൂടുതലുണ്ടെങ്കിൽ മുളക് പൊടിയുടെ ആവശ്യമില്ല. അപ്പോൾ വറ്റൽമുളക് ഇവിടെ ഇല്ല കേട്ടോ. അത് കാരണമാണ് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയാണ് എണ്ണയിലേക്ക് ഇട്ട് ആ ചെറിയ മണം വരുന്നവരെ ഒന്ന് ചട്ടിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇടിച്ചക്ക ചെറിയ പീസുകളാക്കി ഒന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഈ പരുവത്തിലായിട്ടുണ്ട്. അതിലേക്ക് മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇടിച്ചക്ക നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് മാങ്ങ ഇട്ട് ഒരു സ്പൂണ് ഉപ്പും കൂടെ ഇട്ട് ചേർക്കുന്നുണ്ട്. അങ്ങനെ അത് രണ്ടും നന്നായി അടിച്ച് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും മുളക് പൊടിയൊക്കെ ഒന്ന് വഴറ്റിയത് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റും ഹെൽത്തിയും വേണ്ട. നമ്മളെ കടുകൊക്കെ കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടാവും. അങ്ങനെ അരച്ചതൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൽ രണ്ടും കൂടെ യോജിപ്പിച്ച് ഒന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളി ചമ്മന്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇടിച്ചക്കയും മാങ്ങയും വെച്ചിട്ടുള്ള ചമ്മന്തിയാണ്. ഹെൽത്തിയും കൂടിയാണ്. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. 2-3 ദിവസമൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ചെറിയ ഇടിച്ചക്കയും മാങ്ങയും കിട്ടുമ്പോൾ ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കി. നല്ല ഹെൽത്തിയും കൂടെയാണ്. അതുപോലെ നമ്മൾ 2-3 ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.